പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. തുടക്കം മുതൽ തന്നെ ആരാധകരുടെ മനസ്സ് കീഴടക്കിയ ചുരുക്കം പരമ്പരകളിലൊന്നാണ് ഏഷ്യാനെറ്റിൽ ഇപ്പോഴും റേറ്റിംഗിൽ മുന്നിട്ട് നിൽക്കുന്ന ചെമ്പനീർ പൂവ്. ചെമ്പനീർ പൂവിലെ സച്ചിയായി എത്തിയത് അരുൺ ഒളിമ്പ്യനായിരുന്നു. രേവതിയായി ആദ്യം എത്തിയത് ഗോമതി പ്രിയയായിരുന്നു. അതിഗംഭീരമായി പരമ്പര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പരമ്പരയിൽ നിന്നും രേവതിയുടെ പിന്മാറ്റം. ശേഷം രേവതിയായി എത്തിയത് റെബേക്ക സന്തോഷായിരുന്നു. നിമിഷനേരം കൊണ്ടാണ് അരുൺ റെബേക്ക കോംബോ ആരാധകരുടെ മനസ്സ് കീഴടക്കിയത്. ഇപ്പോഴിതാ ചെമ്പനീർ പൂവ് സീരിയൽ ലൊക്കേഷനിലെ മനോഹരമായ ചിത്രങ്ങൾ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് അരുണും റെബേക്കയും. ഒരു നല്ല സുഹൃത്തൊപ്പമുണ്ടെങ്കിൽ ഒരു യാത്രയും കഠിനമല്ല എന്ന അടിക്കുറിപ്പോടെയാണ് ഇരുവരും ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. സീരിയലിൽ ഇരുവരുടെയും സഹതാരങ്ങളായി അഭിനയിക്കുന്നവരും സീരിയൽ പ്രേക്ഷകരും ഉൾപ്പെടെ നിരവധി പേരാണ് ഇവർ പങ്കുവച്ച ചിത്രങ്ങൾക്ക് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത്. എത്ര സ്നേഹമാ നിങ്ങൾ തമ്മിൽ, ശ്രുതിയുടെ കള്ളത്തരങ്ങൾ വേഗം കണ്ടുപിടിക്കെന്നാണ് ചിത്രങ്ങൾക്ക് താഴെ പ്രേക്ഷകരിൽ ഒരാളുടെ കമന്റ്. ചെമ്പനീർ പൂവിൽ ഇരുവർക്കും ഒപ്പം അഭിനയിക്കുന്ന അഞ്ജലി ഹരിയും പോസ്റ്റിന് താഴെ സ്നേഹം അറിയിച്ച് കമന്റ് ചെയ്തിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ റെബേക്കയും അരുണും ലൊക്കേഷൻ ചിത്രങ്ങളും സീരിയൽ ലൊക്കേഷനിലെ നിന്നുമുള്ള വിശേഷങ്ങളും ആരാധകരോട് പങ്കുവയ്ക്കാറുണ്ട്. സീരിയലിൽ പകരക്കാരിയായാണ് എത്തിയതെങ്കിലും റെബേക്ക അധികം വൈകാതെ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. നിരവധി സീരിയലുകളിലൂടെ ടെലിവിഷൻ ഷോകളിലൂടെയും പ്രേക്ഷകർക്ക് പരിചിതയാണ് റെബേക്ക സന്തോഷ്. കുഞ്ഞിക്കൂനൻ എന്ന സിനിമയിൽ ബാലതാരമായാണ് റെബേക്ക അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. പക്ഷേ സിനിമയേക്കാൾ താരത്തിന് സ്വീകാര്യത നേടിക്കൊടുത്തത് സീരിയലുകളായിരുന്നു. കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയായ അരുൺ ഒളിമ്പ്യൻ ഒരു ആർക്കിടെക്ട് കൂടിയാണ്. ഒളിമ്പ്യൻ എന്ന പേരിൽ കോഴിക്കോട് ഒരു ജിമ്മും അരുൺ നടത്തുന്നുണ്ട്. ജിമ്മിന്റെ പേര് തന്നെ സ്വന്തം പേരിനൊപ്പം താരം ചേർക്കുകയായിരുന്നു. ഫോട്ടോഷൂട്ടിലൂടെയും മോഡലിംഗിലൂടെയുമാണ് അരുൺ കരിയറിന് തുടക്കം കുറിച്ചത്. ഇതിലൂടെ സിനിമയിലേക്കും വിളിയെത്തി. വെള്ളരിക്കാപട്ടണം, CBI 5, 2028 തുടങ്ങിയ സിനിമകളിൽ താരം വേഷമിട്ടിട്ടുണ്ട്. അതേസമയം കുറച്ച് ദിവസങ്ങൾ മുൻപ് ഏഷ്യാനെറ്റിലെ പരമ്പരയായ ചെമ്പനീർ പൂവിന്റെ പ്രൊമോയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. നായിക കഥാപാത്രമായ രേവതി മാങ്ങയിൽ ചവിട്ടി തെന്നി നായകനായ സച്ചിയുടെ കൈകളിൽ വീഴുന്നതാണ് പ്രൊമോ. റൊമാൻറ്റിക് രംഗമാണ് ഉദ്ദേശിച്ചതെങ്കിലും കയ്യിൽ നിന്ന് പോയെന്ന് സോഷ്യൽ മീഡിയ പറയുന്നു. മാങ്ങകളിൽ തട്ടിത്തടഞ്ഞ് നായകന് അടുത്തേക്ക് വരെ എത്തുന്ന നായിക ചിരിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നും അഭിപ്രായങ്ങളുണ്ട്. മാങ്ങയിൽ ചവിട്ടി നീന്തുന്നു. ഇപ്പോഴും ഇതൊക്കെ തന്നെയാണോ സീരിയലിൽ? അവൻ വരും വരെ അവൾ വീണില്ല, ദൈവം കാത്തു. ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്നവനോ ബോധമില്ല. അഭിനയിക്കുന്നവർക്ക് ലേശം തൊലിക്കട്ടിയുണ്ടെങ്കിൽ ഇതൊന്നും കാണേണ്ടി വരില്ലെന്നായിരുന്നു. ഓവറാക്കി, ചളമാക്കി എന്നിങ്ങനെ വിമർശനങ്ങൾ നീളുന്നുണ്ട്. റൊമാൻറ്റിക് സീനാണ് സീരിയൽ ഉദ്ദേശിച്ചതെങ്കിലും കോമഡി സീനാക്കി സോഷ്യൽ മീഡിയ മാറ്റി. അതേസമയം ഏഷ്യാനെറ്റിലെ ജനപ്രിയ പരമ്പരകളിലൊന്നാണ് ചെമ്പനീർ പൂവ്. റെബേക്കയും അരുൺ ഒളിമ്പ്യനും എന്നിവരാണ് സീരിയൽ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത്. ദിവസങ്ങൾക്ക് മുൻപുള്ള സച്ചിയുടെ പുതിയ വെളിപ്പെടുത്തലുകളും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരുന്നു. സീരിയലിൽ അഭിനയിച്ചാൽ സിനിമയിൽ അവസരം കുറയുമെന്ന് പലരും പറഞ്ഞിരുന്നു. എന്നാൽ കഥയും കഥാപാത്രവും അത്രയേറെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ചെമ്പനീർ പൂവിൽ അഭിനയിക്കാൻ കാരണമെന്നും അരുൺ പറഞ്ഞിരുന്നു. സീരിയലുകളിലെ പല സ്റ്റീരിയോ ടൈപ്പുകളും പൊളിച്ചെഴുതിയ പരമ്പരയാണ് ചെമ്പനീർ പൂവെന്നും താരം കൂട്ടിച്ചേർത്തു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അരുണിന്റെ പ്രതികരണം. എന്റെ ആദ്യത്തെ സീരിയലിന് തന്നെ ഇത്രയധികം സ്വീകാര്യത ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല. ആളുകൾ എന്നിലെ നടനെ തിരിച്ചറിയണമെന്നത് മാത്രമായിരുന്നു ആഗ്രഹം. ഇപ്പോൾ ലഭിക്കുന്ന പ്രതികരണങ്ങൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമാണ്. ഈ സ്നേഹത്തിന് എന്റെ ടീമിനോടും പ്രേക്ഷകരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്നും അരുൺ ഒളിമ്പ്യൻ പറഞ്ഞു. അച്ഛന്റെ സർജറിക്ക് വേണ്ടി പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന സീനാണ് താൻ ഇതുവരെ ഈ സീരിയലിൽ ചെയ്തതിൽ ഏറ്റവും പ്രിയപ്പെട്ടതെന്നും അരുൺ പറഞ്ഞിരുന്നു. സീരിയലിലെ കഥാപാത്രമായ സച്ചി ഗണപതിയുടെ മുന്നിൽ നിന്ന് കരയുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ അഭിനയിക്കാൻ ഞാൻ ഗ്ലിസറിൻ ഉപയോഗിച്ചിരുന്നില്ല. ആ സീനിനും മികച്ച പ്രതികരണമാണ് ലഭിച്ചത് എന്നും അരുൺ കൂട്ടിച്ചേർത്തു. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ അരുൺ ലൊക്കേഷൻ ചിത്രങ്ങളും സീരിയൽ ലൊക്കേഷനിൽ നിന്നുള്ള വിശേഷങ്ങളും ആരാധകരോട് പങ്കുവയ്ക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം നടൻ പങ്കുവച്ച ചിത്രങ്ങൾ നിമിഷനേരം കൊണ്ടാണ് വൈറലായി മാറിയത്. സീരിയലിലെ നായിക റെബേക്ക സന്തോഷും പരമ്പരയിൽ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളെ അവതരിപ്പിച്ചിരുന്ന അഞ്ജലി ഹരിയുമാണ് ചിത്രത്തിൽ അരുണിനൊപ്പം ഉണ്ടായിരുന്നത്. ഭയങ്കരികൾ ഒരാഗ്രഹം അതങ്ങ് നിറവേറ്റി, ഫോട്ടോസ് ക്രെഡിറ്റ് മൊത്തം അസിസ്റ്റൻസിന് എന്ന ക്യാപ്ഷനോടെയാണ് അരുൺ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നത്. അധികം വൈകാതെ അരുൺ പങ്കുവച്ച ചിത്രങ്ങൾ സീരിയൽ ആരാധകരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുവാണേൽ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണമെന്നാണ് ചിത്രത്തിന് താഴെ ഒരാളുടെ കമന്റ്. സച്ചയെ മസിൽമാൻ എന്നും മസിൽ അളിയനെന്നും വിശേഷിപ്പിക്കുന്നവരെയും കമന്റ് ബോക്സിൽ കാണാം. കഴിഞ്ഞ വർഷം ജനുവരി മുതൽ ഏഷ്യാനെറ്റിൽ പ്രദർശിപ്പിക്കുന്ന ടെലിവിഷൻ പരമ്പരയാണ് ചെമ്പനീർ പൂവ്. ഗോമതി പ്രിയയാണ് സീരിയലിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. പിന്നീട് ഗോമതിക്ക് പകരക്കാരിയായി റെബേക്ക സന്തോഷ് എത്തുകയായിരുന്നു. തമിഴ് സീരിയലായ സിറകടിക്ക് ആസയുടെ മലയാളം റീമേക്കായ ചെമ്പനീർ പൂവ് മലയാളത്തിൽ എത്തിയപ്പോൾ തുടക്കം മുതലേ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. ഒരു ഇടത്തരം കുടുംബത്തിൽ നിന്നുള്ള രേവതി എന്ന പെൺകുട്ടി തന്റെ പ്രിയപ്പെട്ടവരുടെ ക്ഷേമത്തിനായി പരിശ്രമിക്കുന്നതിനിടയിൽ ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികളാണ് ചെമ്പനീർ പൂവ് എന്ന പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. വിധിയുടെ വഴിത്തിരിവിൽ ഒരു പുതിയ അധ്യായവുമായി
ആഗ്രഹവുമായി സച്ചി രേവതിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടി രേവതിയുടെ ജീവിതം തന്നെ മാറിമറിയുകയാണ്. 3 ആൺമക്കളിൽ മൂത്ത മകനെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന അമ്മ താഴെയുള്ള ബാക്കി 2 മക്കളോടും കാണിക്കുന്ന വേർതിരിവും കഥയിൽ പറയുന്നുണ്ട്. എല്ലാവരും വീട്ടിലെ ഒരു ബാധ്യതയായി സച്ചിയെ കാണുമ്പോൾ അച്ഛനാണ് തന്റെ എല്ലാ സപ്പോർട്ടും സ്നേഹവും ഒക്കെ. തന്റെ അമ്മയാണ് സച്ചിയെ ഏറ്റവും വലിയ ശത്രുവായി കാണുന്നത്. അമ്മയെയും പ്രിയപ്പെട്ടവരെയും പറ്റിക്കുന്ന സുധിയുടെ കള്ളക്കളി പൊളിച്ച് വീടിന് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന സച്ചിയെ ഒത്തിരി സ്നേഹിക്കുന്ന അമ്മയെ കാണാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്നത്. ആരാധകർ കാത്തിരിക്കുന്ന ഒരു ക്ലൈമാക്സ് വീഡിയോയും ദിവസങ്ങൾക്ക് മുൻപ് സച്ചി പങ്കുവച്ചിരുന്നു. ചെമ്പനീർ പൂവിൽ ഇങ്ങനൊരു ക്ലൈമാക്സ് വരാൻ ആഗ്രഹിക്കുന്നവർ ആയിരിക്കും കൂടുതലും. സച്ചിയെ മനസ്സിലാക്കുന്ന ആ ദിവസം കാണാൻ എന്ന ക്യാപ്ഷനോട് കൂടിയാണ് അരുൺ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. സച്ചിയും സച്ചിയുടെ സ്നേഹം മനസ്സിലാക്കുന്ന അമ്മയെയും സച്ചിയെ കെട്ടിപ്പിടിച്ചു കരയുന്ന അമ്മയുടെയും വീഡിയോയാണ് അരുൺ പങ്കുവച്ചത്. സത്യം അരുണേട്ട, കണ്ടിട്ട് തന്നെ കണ്ടും നിറയുന്നു. ഇങ്ങനെ ഒരു സീൻ എന്തെങ്കിലും CP-യിൽ കാണാൻ കഴിയട്ടെ. ഇത് കണ്ടപ്പോഴേ സന്തോഷം. അപ്പോൾ CP-യിൽ വന്നാൽ പറയണ്ടല്ലോ എന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത്. ഇതിനോടകം തന്നെ 3 ലക്ഷത്തോളം പേരാണ് ഈ വീഡിയോ കാണുകയും തങ്ങളുടെ സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്തത്.